Hello guys, നമുക്ക് question number 16 നോക്കാം. Let Q A, B, C be the image of the point 3, 2, 1 in the line x minus 1 divided by 1 is equal to y by 2 is equal to z minus 1 divided by 1. Then distance of Q from the line x minus 9 by 3 is equal to y minus 9 divided by 2 is equal to z by minus 5 divided by minus 2 is. ഇത് ആക്ച്വലി 3D ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഇമേജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം പറയുന്നത് ഈ പിയുടെ ഇമേജ് ആണ് എന്ത് ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യൂയിൽ നിന്നും ഇതിലേക്കുള്ള ദൂരം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ എന്താക്കണം, പിയുടെ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആദ്യം ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താക്കണം, കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലൈൻ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എടുത്തിട്ട് ഓക്കെ അതിൻ്റെ ജനറൽ അല്ലേ ഇവിടെ ലൈൻ ഉണ്ട്. ആ ലൈൻ എൽ അല്ലെ, ഞാൻ തൽക്കാലം ഇതിനെ എൽ എന്ന് വിളിക്കാം. ഈ ലൈൻ എൽ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ് മക്കളെ, എസ് 3, 2, 1 ആണ്. ഓക്കെ അല്ലേ, പി. അപ്പോൾ അതിൻ്റെ ഇമേജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ക്യൂ അഥവാ എ, ബി, സി. അപ്പോൾ ഇതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പൊതുവേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം അല്ലേ. സോ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ജനറൽ പോയിന്റ് നമ്മൾ എഴുതും. അപ്പോൾ ജനറൽ പോയിന്റ് എഴുതാൻ വേണ്ടി ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താക്കുക, ടി എന്ന് കൊടുക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും മക്കളെ, എസ് ടി പ്ലസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ, എസ് 2t എന്ന് വരും അല്ലേ. അതേപോലെ തന്നെ എന്താണ് ഇസഡ് ഇസ് ഈക്വൽ ടു അതും എന്ത് വരും മക്കളെ, എസ് ടി പ്ലസ് 1 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്, യെസ് എക്സ് ഇസ് ഈക്വൽ ടു x is equal to t plus 1, y is equal to 2t and z is equal to അല്ലേ, x is equal to t plus 1 അല്ലേ, y is equal to 2t അല്ലേ. അതേപോലെ തന്നെ z is equal to എന്താണ്, എസ് ടി പ്ലസ് 1 എന്ന് കിട്ടി. റെഡി അല്ലേ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ സപ്പോസ് ഇത് എം ആണെന്ന് വിചാരിക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, യെസ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എന്താണ് പി എം കണ്ടുപിടിക്കാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വാട്ട് ഇസ് അത്, നമുക്കറിയാം 2 പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ അല്ലെ, 2 എൻ പോയിന്റ്സ് എന്നാൽ എങ്ങനെയാണ് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാം. അഥവാ ടി പ്ലസ് 1 മൈനസ് 3 അല്ലെ എന്ന് പറഞ്ഞാൽ ടി മൈനസ് 2 എന്ന് വരും. പിന്നെ 2t മൈനസ് 2 എന്ന് വരും. ഓക്കെ അല്ലേ. പിന്നെ എന്താണ്, യെസ് ടി പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ടി എന്ന് വരും. ആൻഡ് ആൾസോ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എൽ നമുക്കറിയാം അല്ലെ. വാട്ട് ഇസ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എൽ, 1 to 1 എന്ന് പറയും. 1 to 1. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും. അങ്ങനെയാണ് 0 ആണെന്ന് മനസ്സിലായത്. ബിക്കോസ് 0 ആണെന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ അതായത് ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ് അല്ലേ, ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ യെസ് ഓക്കെ ടി മൈനസ് 2 അല്ലെ പ്ലസ് 4t മൈനസ് 4 അല്ലെ പ്ലസ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് പറയാം. അപ്പോൾ ടി പ്ലസ് 4t 5t പ്ലസ് ടി 6t എന്ന് പറയാം. അപ്പോൾ 6t മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. റെഡിയല്ലേ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താകും, ഈ പോയിന്റ് കിട്ടും അല്ലെ, എം എന്ന് പറഞ്ഞ് ആ പോയിന്റ് കിട്ടും അല്ലെ. എങ്ങനെയാണ് നമുക്ക് എം എന്ന് പറഞ്ഞ ആ പോയിന്റ് കിട്ടുക, എം എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ടിയുടെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് പറഞ്ഞതാക്കിയാൽ മതി, കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ടിയുടെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എം എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. റെഡിയല്ലേ? എം എന്ന് പറഞ്ഞ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കണേ, ശ്രദ്ധിക്കുക. ടിയുടെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, യെസ് 2 അല്ലേ, അതേപോലെ 2 അതേപോലെ 2 എന്ന് കിട്ടും. ഓക്കെ, ദിസ് പോയിന്റ് ഇസ് സംതിങ് ബട്ട് 2, 2 എന്ന് കിട്ടും. ഇത് നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ, കാരണം ഈ ക്യൂവിൻ്റെയും പിൻ്റെയും മിഡ് പോയിന്റ് ആണ് എം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ 3 പ്ലസ് എ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 ആണ്. അവിടെ സിംപ്ലിഫൈ ചെയ്താൽ എ ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. അതേപോലെ ബി പ്ലസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതും 2 ആണ്. സോ ബി ഇസ് ഈക്വൽ ടു 2 × 4 ഓക്കെ 2 എന്ന് കിട്ടും. അതേപോലെ സി പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും 2 ആണ്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ നമുക്ക് കിട്ടി. എന്ത് കിട്ടിയടാ, യെസ് 1, 2, 3 എന്ന് കിട്ടി. അതും ഓക്കെ ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1, 2, 3യിൽ നിന്നും 1, 2, 3യിൽ നിന്നും നമ്മുടെ ലൈനിലേക്കുള്ള ദൂരം. റെഡിയല്ലേ? നമ്മുടെ ലൈനിലേക്കുള്ള ദൂരം ഏത് ലൈനാണ് നമുക്ക് നോക്കാം. ആ ലൈന് തൽക്കാലം എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. റെഡിയല്ലേ? ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക,
അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനൊരു ഡയറക്റ്റ് ഫോർമുലയുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ഡിറൈവും ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ പിന്നെ മറന്നു പോകില്ല. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പോയിന്റ് ഉണ്ട് അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 9,9,5 ആണ്. ഈ പോയിന്റ് ഞാൻ എ എന്ന് വിളിച്ചു, ഇത് ക്യൂ എന്ന് വിളിച്ചു വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് തൽക്കാലം എന്താണ്, എൻ എന്ന് വിളിച്ചു. ക്യൂ എൻ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്യൂ എൻ. ഓക്കെ അല്ലേ? ക്യൂ എൻ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്താക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് എ ക്യൂ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ അല്ലേ? അപ്പോൾ എ ക്യൂ ഉപയോഗിച്ചുള്ള എങ്ങനെയാണ് ക്യൂ എൻ കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ എൻ ഡിവൈഡ് ബൈ എന്താണ്, എ ക്യൂ എന്ന് വരും അല്ലേ? അപ്പോൾ ക്യൂ എൻ ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, എ ക്യൂ സൈൻ തീറ്റ എന്ന് വരും അല്ലേടാ? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദാറ്റ്? സൈൻ തീറ്റ അല്ലേ? ഈ സൈൻ തീറ്റയെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ്, മോഡുലസ് ഓഫ് ദ വെക്ടർ എ ക്യൂ, മോഡുലസ് ഓഫ് വെക്ടർ എ ക്യൂ അല്ലെ, ക്രോസ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷനുള്ള വെക്ടർ, അല്ലെങ്കിൽ വെക്ടർ എ എൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താണ്, ഈ ലൈനിൻ്റെ ഡയറക്ഷൻ വെക്ടർ പറയാം. റെഡിയല്ല? ആ ലൈനിൻ്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. തൽക്കാലം ഞാൻ അതിനെ ബി ബാർ എന്ന് വിളിച്ചു വരിക. അതായത് ബി ബാർ ഇസ് ഈക്വൽ ടു 3i + 2j - 2k ആയിരിക്കും. റെഡിയല്ലേ? അതായത് ഈ വെക്ടറും അല്ലേ, ക്ഷമിക്കണം, വെക്ടർ എ ക്യൂ അല്ലേ ഞാനിവിടെ വരയ്ക്കേണ്ടത്. റെഡിയല്ലേ? യെസ്, ഓക്കെ, വെക്ടർ എ ക്യൂ അല്ലേ വരയ്ക്കേണ്ടത്, ഞാൻ ക്യൂ എ ആണ് വരച്ചു പോയത്. ഓക്കെ, കുഴപ്പമില്ല, സെറ്റല്ലേ? ഈ പറഞ്ഞ ഈ വെക്ടർ എ ക്യൂ അതേപോലെ തന്നെ ഈ എ എന്നും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ക്യൂ അല്ലെ ക്രോസ് ബി ഡിവൈഡഡ് ബൈ എന്താണ്, മോഡുലസ് ഓഫ് എ ക്യൂ അല്ലെ ഇൻറ്റു എന്താണ്, മോഡുലസ് ഓഫ് ബി. നമുക്കറിയാം അതിൽ മോഡുലസ് ഓഫ് എ ക്യൂ എന്ന് പറയുമ്പോൾ എ ക്യൂ എന്ന് പറയുന്ന സമയം എന്താണ്, സെയിം തന്നെയാണ് അല്ലേ? അത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എന്താണ്, യെസ്, മോഡുലസ് ഓഫ് എ ക്യൂ ക്രോസ് ബി ഡിവൈഡഡ് ബൈ എന്താണ്, മോഡുലസ് ഓഫ് ബി ആണ്. അതിൽ എ ക്യൂ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വാട്ട് ഇസ് എ ക്യൂ എന്ന വെക്ടർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അവിടെയല്ല, എ ക്യൂ എന്ന വെക്ടർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വാട്ട് ഇസ് എ ക്യൂ? ഒന്നുമില്ല, ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 - 9 എന്ന് പറഞ്ഞാൽ -8 ആയി. ഇനി എ ക്യൂ തന്നെ ഉണ്ടാക്കണമെന്നില്ല, എ ക്യൂ ആണെങ്കിൽ കുഴപ്പമില്ല, -8. 2 - 9 എന്ന് പറഞ്ഞാൽ -7j. റെഡിയല്ലേ? -7j ആൻഡ് 3 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്, -2k. ഇതാണ് എ ക്യൂ എന്നുള്ള വെക്ടർ. ഓക്കെ അല്ലേ? ഇനി ബി എന്നുള്ള വെക്ടർ നമ്മൾ എന്താക്കി, അത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചു. 3i + 2j - 2k അല്ലേ? 3i + 2j അല്ലെ, വാട്ട് ഇസ് ദാറ്റ്, -2k. റെഡി അല്ലേ? നമ്മൾ എഴുതി വെക്കുകയും ചെയ്തു. റെഡി? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ബി നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ 9 + 4 + 4 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 17 എന്ന് വരും. റെഡി അല്ലേ? ഇനി എ ക്യൂ ക്രോസ് അല്ലെ ബി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെയാണ്, i j k. പിന്നെ എന്താണ്, യെസ്, -8 - 7 - 2 3 2 -2 ചെയ്ത് കഴിഞ്ഞാൽ i ഇൻറ്റു വാട്ട് സാർ 14 അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്താക്കിയാൽ മതി, ഇത് ക്രോസ് ചെയ്യുക, ഒരു വെക്ടർ കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, ക്രോസ് ചെയ്യുക, ഒരു വെക്ടർ കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ആ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എ ക്യൂ ക്രോസ് മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ. ആൻഡ് ആൾസോ മോഡുലസ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഒന്ന് കിട്ടും, നമുക്ക് 7 എന്ന് കിട്ടും. സിമ്പിളാണ്. ഇതിനെ ക്രോസ് ചെയ്യുക, നമുക്കൊരു വെക്ടർ കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ √B1 മോഡുലസ് ഓഫ് ബി ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ √17 ആണ് അല്ലേ? അപ്പോൾ സിമ്പിളിഫൈ ചെയ്താൽ ആൻസർ ഈസ് 7 എന്ന് കിട്ടും. ഫിനിഷ്ഡ്.